രോഹിത, കഴിഞ്ഞ ഒരാഴ്ച കാലം മുമ്പ് തന്നെ നേഷൻ ഫസ്റ്റും രോഹിതേട്ടൻ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് തന്ത്രിയുടെ വാജി വാഹനം തന്ത്രി സ്വമേധയാണ് തിരിച്ച് ദേവസ്വത്തിന് നൽകാമെന്നുള്ള അദ്ദേഹം ഉറപ്പ് നൽകിയെന്നുള്ള വാർത്തകൾ അത് കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് നമ്മൾ നൽകിയിരുന്നത് നോക്കൂ. പക്ഷെ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ഇടതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള കൈരളി പോലുള്ള റിപ്പോർട്ടർ പോലുള്ള മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും അതെന്താണ് ഇവിടെ SIT സംഘം കണ്ടുപിടിച്ചത് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി കൃത്യമായിട്ടുള്ള പ്രൊപ്പഗണ്ട ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നു. ഇപ്പോൾ അതെല്ലാം പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമല്ലേ കഴിഞ്ഞ ദിവസത്തെ മറ്റു വാർത്തകളിലൂടെ പുറത്തു വരുന്നു? ഉറപ്പായിട്ടും. കാരണം ഇടതുപക്ഷ സർക്കാരിന്റെ ഇടതുപക്ഷത്തിൽ ഭരിക്കുന്ന ദേവസ്വം ബോർഡുകളുടെ കാലഘട്ടത്തിൽ നടന്ന വലിയ രീതിയിലുണ്ടായ സ്വർണ്ണക്കൊള്ള എല്ലാ കാലത്തും ശബരിമല കൊള്ള നടക്കുന്നുണ്ട്. ഞാനത് കോൺഗ്രസ് ഭരിച്ചാലും CPM ഭരിച്ചാലും ആര് ഭരിച്ചാലും, കാരണം ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ അവിടുന്ന് വലിയ തരത്തിൽ പണവും ദ്രവ്യങ്ങളും ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് ശരിയായ കാര്യം തന്നെയാണ്. അതിന് ഏത് കൊടി കെട്ടിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നാലും ദേവസ്വം മന്ത്രി വന്നാലും എന്ത് അന്വേഷണ സംവിധാനങ്ങൾ വന്നാലും കൊണ്ടുപോകാനുള്ളവൻ കൊണ്ടുപോകും. കാരണം അത്രത്തോളം ധനവും ഈ പറയപ്പെടുന്ന ദ്രവ്യങ്ങളും ഒക്കെ വന്നു പറയുന്ന ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് ശബരിമല. എല്ലായിടത്തും എല്ലാവരുടെയും കണ്ണൊന്നും ഓടിയെത്താൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഇത് ഇവിടെ എന്താ ഭരണകൂടത്തിന്റെ അറിവോടുകൂടി, ഭരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അറിവോടുകൂടി, ഭരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി ഒരു കൂട്ടം കാട്ടുകൊള്ളന്മാർ ചേർന്ന് നടത്തിയ ഒരു വലിയ കൊള്ള, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഈ തീവ്രത മറയ്ക്കാൻ ചില ഇടതുപക്ഷ സർക്കാരുകൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് വലിയ കൊള്ള നടന്നു എന്ന തരത്തിലേക്ക്, ആ നരേറ്റീവിലേക്ക് ഇതിനെ കൊണ്ട് കെട്ടുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന് അവർ പറയുന്ന കാരണം, ഏറ്റവും വലിയ കാരണം, ശബരിമലയിൽ പണിതീർത്ത സ്വർണ്ണധ്വജം, അതിനു മുമ്പുണ്ടായിരുന്ന ധ്വജം പൊളിച്ചു പണിഞ്ഞപ്പോൾ അതിന്മേലുണ്ടായിരുന്ന വാജിവാഹനം ഈ പറയപ്പെടുന്ന തന്ത്രിക്ക് കൊടുത്തു. അങ്ങ് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങ് കൊടുക്കുകയാണ്, വെറുതെ അങ്ങ് കൊടുക്കുന്നതൊന്നും അല്ല. വെറുതെ അങ്ങ് കൊടുക്കുന്നത് ഹൈക്കോടതിയുടെ അനുവാദത്തോടെ, പേപ്പറുകൾ പുറത്തു വന്നല്ലോ, ഹൈക്കോടതിയുടെ അനുവാദത്തോടെ ബോർഡ് തീരുമാനമെടുത്ത് അത് താന്ത്രിക വിധി പ്രകാരം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ വേണ്ടി തന്ത്രിക്ക് കൈമാറിയതാണ്. തന്ത്രി അത് വിറ്റിരുന്നെങ്കിൽ, തന്ത്രിയുടെ പക്കൽ നിന്ന് കണ്ടെടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചോദ്യം വലുതായനെ. തന്ത്രി അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തന്ത്രിക്ക് അത് കോടാനുകോടി രൂപയ്ക്ക് വേണമെങ്കിൽ മറിച്ച് വിൽക്കാമായിരുന്നു. പക്ഷെ വിറ്റിട്ടില്ല. അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ അത് പൂജ ചെയ്ത് വെച്ചിരുന്നു. ഇനി തന്ത്രി അത് തിരികെ നൽകാം, പ്രശ്നമായ സമയത്ത് തിരികെ നൽകാമെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാതിരുന്നതിനും കാരണമുണ്ട്. കാരണം ഇത് ഒറിജിനൽ ആണോ എന്ന് അറിയില്ലല്ലോ, സംശയമുണ്ട്. ഇപ്പൊ അത് എന്താണ്, ഒറിജിനൽ ആണ്, കോടതിയിൽ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു. ഇത് തൊണ്ടി മുതലല്ല. ഞാൻ അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർക്കെല്ലാം അറിയാം. അതായത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ തന്ത്രം ചെയ്യുന്ന ഒരു തന്ത്രിയോട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരോട് ചോദിച്ചാൽ അവർ കൃത്യമായി പറഞ്ഞു തരും. താന്ത്രിക വിധി പ്രകാരം എഴുതപ്പെട്ട നിയമം, താന്ത്രിക നിയമത്തിൽ കൃത്യമായി പറയുന്നു, ദേവന്റെ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ ബിംബം വെച്ചാരാധന നടത്തുന്ന, പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബിംബങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ തടിയിൽ നിർമ്മിച്ചതാണെങ്കിൽ അഗ്നിക്കിരയാക്കണമെന്നും, അതല്ല കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നെങ്കിൽ ഒഴുകുന്ന ജലത്തിലേക്ക് നിമജ്ജനം ചെയ്യണമെന്നും, അതല്ല ലോഹ നിർമ്മിതമാണെങ്കിൽ ഇത് തന്ത്രിക്ക് കൈമാറണമെന്നും, തന്ത്രിയുടെ അനുസരിച്ച് മാറ്റി എവിടെയെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ ആ ലോഹത്തെ ഉരുക്കി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതാണ് താന്ത്രിക വിധി പ്രകാരമുള്ള നിയമം. ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നതുകൊണ്ട് നമുക്ക് പ്രയാറിനെ പറ്റി കൃത്യമായി അറിയാം. ദേവസ്വം ബോർഡിനെ നല്ല രീതിയിൽ നയിച്ചിട്ടുള്ള ഒരു ദേവസ്വം പ്രസിഡന്റാണ്, നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, കറതീർന്ന കോൺഗ്രസ്സുകാരനാണ്. അയാൾ അന്ന് ചെയ്തു വെച്ചതാണ് ഹൈക്കോടതിയുടെ അനുവാദം അതിൽ വാങ്ങി. അതിന് ഹൈക്കോടതിയുടെ അനുവാദം ആവശ്യമില്ലായിരുന്നിട്ട് പോലും മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ വല്ലാതെ വേട്ടയാടി. ഉറപ്പായിട്ടും അദ്ദേഹം മരണപ്പെട്ടിട്ട് വേട്ടയാടിയില്ലേ, അദ്ദേഹത്തിലേക്ക് കൊണ്ട് കെട്ടാനുള്ള ശ്രമമായിരുന്നില്ല. പക്ഷെ അദ്ദേഹം നേരത്തെ ഇത് ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയത്. കൂടെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് മെമ്പർ, CPM മെമ്പർ എന്താ പറഞ്ഞത് ഞാനൊന്നും അറിഞ്ഞില്ല. പക്ഷെ അയാൾ വിളിച്ചോണ്ട് നിൽപ്പുണ്ട് ആ ഫോട്ടോയിൽ. ഇത് കൈമാറുമ്പോ ഇത് രഹസ്യമായി തന്ത്രിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തതല്ല, രഹസ്യമായി തന്ത്രിയുടെ മുറിയിൽ വെച്ച് കൊടുത്തതല്ല, രഹസ്യമായി ഹോട്ടൽ മുറിയിൽ കൈമാറിയതല്ല, രഹസ്യമായി കടത്തിക്കൊണ്ട് പോയതല്ല. അവിടെ നിന്ന് പൊളിച്ചെടുത്തപ്പോൾ തന്നെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി സകലമായ ഭക്തിയോടും കൂടി ഇത് തന്ത്രിക്ക് കൈമാറിയതാണ്. അതൊരു രഹസ്യവുമല്ല. പിന്നെ എന്തൊക്കെ നരേറ്റീവുകളാണ് ഇവരിവിടെ അടിച്ചത്. ഈ പറയപ്പെടുന്ന ഒരു ചാനൽ, കേരളത്തിലെ ഒരു ഇടതു പക്ഷത്തിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഒരു ചാനൽ പറഞ്ഞത് എന്താണെന്നറിയോ, ഇച്ചിരി സ്വർണം കൊണ്ടുപോയി, അതാ ഉണ്ണിപ്പൊറ്റിയും സംഘവും. മറ്റേത് അങ്ങനല്ല, വാജിവാഹനമാണ്. എന്താണ് ഈ വാജിവാഹനം എന്ന് അറിയത്തില്ല അവന്. ഇത് തള്ളുക. എന്താണ് വാജിവാഹനം എന്ന് അറിയത്തില്ല. യാതൊരു വിധമായ ജേർണലിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതിരുന്ന് അടിച്ച് കേട്ടാണ് ഇത് കേട്ടോണ്ടിരിക്കാൻ നമ്മളൊക്കെ ആരാധനയോടെ സ്നേഹത്തോടെ നോക്കിക്കാണുന്ന ഒരു കൂട്ടം ജേർണലിസ്റ്റുകൾ കേട്ടുകൊണ്ടിരിക്കുക, മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം. ആ സാഹചര്യത്തിലേക്കൊക്കെ കൊണ്ടുപോയി ഇത് കോൺഗ്രസിന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാൻ ശ്രമിച്ച ശ്രമം ഇവിടെ അവസാനിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവോടുകൂടിയാണ് വാജിവാഹനം കൈമാറിയിരിക്കുന്നത്. ഇനി കോൺഗ്രസ്സുകാരനല്ല, CPM കാരനല്ല, BJP കാരൻ ചെയ്താലും പിടിക്കപ്പെടണം. ഭഗവാന്റെ സ്വത്ത്, വിശ്വാസങ്ങളുടെ കേന്ദ്രമായ ശബരിമലയിലെ സ്വത്ത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയവൻ ആരായാലും അത് എന്ത് വേണം, പിടിക്കപ്പെടുക തന്നെ വേണം. ഓക്കെ, അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഇവിടെ ആ കള്ളങ്ങൾ പൊളിയുകയാണ്. വീണ്ടും അന്വേഷണം
ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇനിയുണ്ട് പടിപൂജയുമായി ബന്ധപ്പെട്ട വലിയ കൊള്ളപ്പുറത്ത് വരാനുണ്ട്. ഈ പടിപൂജ 40 വർഷത്തേക്ക് എങ്ങാണ്ട് 2040 വരെ എങ്ങാണ്ട് ബുക്കടാ. ഇത് എങ്ങനെ ബുക്ക് ചെയ്തു, ഇത് മറച്ചു വിറ്റ് കാശ് വാങ്ങിയ പല സ്വാമിമാരും ഉണ്ട്. ഈ സ്വാമിമാരൊക്കെ പിടിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. SITയുടെ അന്വേഷണമൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇത് മൊത്തത്തിലൊന്ന് അരച്ച് കലക്കി നോക്കൂ. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലാണ് ഈ ശബരിമലയിലെ സാമ്പത്തിക സ്രോതസ് എന്ന് കഴിഞ്ഞ ദിവസം രോഹിതന്റെ അതൊരു അബാക്കിലെ ഇന്റർവ്യൂ ഒരു പിടി മണ്ണ് വിൽക്കുന്നതിന് അതിന്റെ മണ്ണിന്റെ മൂല്യമല്ല, സ്പിരിച്വൽ മൂല്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിന് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിക്കാൻ ഇവിടെ ആളുണ്ട്. ഇപ്പം എനിക്ക് ഈ പടിപൂജ 2040 വരെ ഉണ്ടെന്ന് ഇന്നലെ ചേട്ടൻ പറയുമ്പോഴല്ലാതെ ഇത്തരത്തിൽ ഈ നെയ്യുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അനന്ത സാധ്യത സമ്പത്തുണ്ടാക്കാൻ ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അതിനെ ദുർവിനിയോഗം ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞെട്ടിക്കുന്ന ഇത് മോണിറ്ററൈസ് ചെയ്യാൻ കൃത്യമായിട്ട് സംവിധാനം ഇല്ല എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോവാ, ക്ഷേത്രത്തിൽ പോയി കെബിന്റെ കയ്യിൽ ഒരു 10 രൂപയാണ് അവിടെ പൂജിക്കുന്ന പൂജാരിയുടെ തട്ടത്തിലേക്ക് ഇടുന്നതെങ്കിൽ വെറുതെ കൈ നീട്ടിയാൽ കൈവെള്ളയിൽ ചന്ദനം കിട്ടും. 10 രൂപയാണ് ഇടുന്നതെങ്കിൽ ഒരു കീറ്റലിലയിൽ ഒരു പൂവും ഇച്ചിരി ചന്ദനവും ചിലപ്പോൾ ഇച്ചിരി സിന്ദൂരവും ലഭിച്ചേക്കാം. അത് 100 രൂപയായാൽ അതൊരു തൂശനിലയായി മാറും. ഒരു തൂശനില തുമ്പിൽ കുറച്ചധികം പൂക്കളും ചിലപ്പോ എന്തെങ്കിലും പ്രസാദത്തിന്റെ ഒരു ശർക്കരയോ ഒരു പഴമോ ഒരു പീസോ അതുപോലെ അതിൽ ചന്ദനം, സിന്ദൂരം, വേറെ എന്തെങ്കിലും പ്രസാദം ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർത്ത് കെബിന്റെ കയ്യിൽ കിട്ടും. അത് 500 രൂപയാണെങ്കിൽ വലിയ തൂശനിലയാവും. ആ വലിയ തൂശനിലമേൽ പഴം, അവിടുത്തെ നേദിക്കുന്നത് ശർക്കര, ഉണ്ണിയപ്പം എന്തോ ആയിക്കോട്ടെ, നേദിക്കുന്ന സാധനങ്ങളും പൂവും പുഷ്പങ്ങളും ഒപ്പം ഭഗവാനിൽ ചാർത്തിയ ചന്ദനത്തിന്റെ ഒരു അംശവും കൂടി ഒരു കവറിൽ കിട്ടും. കവറിലല്ല, ഒരു കളഭമോ ചന്ദനമോ എന്തായാലും ഭസ്മമോ എന്തായാലും ഭഗവാനിൽ നിന്ന് ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തിയത് മാറ്റി കിട്ടും. ഇത് എന്താണെന്നറിയോ? വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കൊടുക്കുന്ന ആളാട്ടോ. ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാലും എന്റെ കയ്യിൽ 500 രൂപ ഉണ്ടെങ്കിൽ ഞാൻ 500 രൂപ കൊടുത്ത് തന്നെ ഈ പ്രസാദമാണ്. ഞാൻ ഭക്തനാണ്, ഞാൻ പരമമായ ഭക്തനാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ വളരെ സെലക്റ്റീവായ സെലക്റ്റീവ് എന്ന് വെച്ചാൽ എനിക്ക് ആ സംതൃപ്തി കിട്ടുന്ന ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളാണ്. ഞാൻ ഈ ഒരു ഇതും ഇല്ലാണ്ട് അത് ഭഗവാനെ എന്ന് സങ്കല്പിച്ച് ഈ പറയപ്പെടുന്നവർക്ക് കൊടുത്തത്. കാരണം എനിക്ക് ഭഗവാനിൽ ചാർത്തിയ ആ ചന്ദനം എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. ഞാനൊരു ക്ഷേത്രത്തിൽ പോയാൽ എനിക്ക് അവിടെ കിട്ടാവുന്ന എന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് കിട്ടാവുന്ന മാലയോ എന്താണോ അവിടെ ചാർത്താൻ പറ്റുന്ന, ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ചാർത്താൻ പറ്റുന്ന എന്താണോ അത് വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പണം കയ്യിലുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരാൾ. ഇന്ന് രാവിലെ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഭഗവാന് വേണ്ടി കൊടുക്കാൻ ആളുകൾ തൽപരരാണ്, ഇഷ്ടമാണ്, അത് ഭക്തിയുടെ ഭാഗമാണ്. ഇതിനെ ചൂഷണം ചെയ്യുന്നുണ്ട് ചില ആളുകൾ. ആ ചൂഷണത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഗുരുവായൂരിലേക്ക് പോവാണെന്ന് വെച്ചോ. ഗുരുവായൂരിലേക്ക് പോയാൽ ഞാനിപ്പോ ചെയ്യുന്നത് പുറത്തുനിന്ന് വീഴും, ഭഗവാനെ രക്ഷിക്കണേ, കൊടിമരത്തിന് പുറത്തു വരും. അവിടെ കോക്കസുകളുണ്ട്. 1000-ഓ 2000-ഓ കൊടുത്താൽ പിൻവാതിലിലൂടെ അകത്ത് കൊണ്ടുപോയി തൊഴിപ്പിച്ച് വരുന്ന ആളുകൾ ഗുരുവായൂരിലുണ്ട്, എല്ലായിടങ്ങളിലും ഉണ്ട്. ഇപ്പൊ ശബരിമലയിൽ പോകുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന പ്രിവിലേജ് എടുക്കാറുണ്ട് ചില സമയങ്ങളിൽ. വലിയ തിരക്കൊക്കെയാണ്, നമുക്ക് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ID കാർഡൊക്കെ കാണിച്ച് പോലീസുകാരോട് പറയും. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും അതിലൂടെ കൊണ്ടുവന്ന് നമ്മളെ അവിടെ കയറ്റിവിടും. പിന്നെ ബാക്കിയുള്ള ക്യൂ നടപ്പന്തലല്ല മുകളിലെ ആ ചുറ്റമ്പലത്തിലെ ക്യൂവിൽ മാത്രം നിന്ന് കയറി തൊഴുത് വരാറുണ്ട്. അത് ചില സാഹചര്യങ്ങളിലാണ്. പക്ഷെ അത് പണം കൊടുത്തിട്ടല്ല. അതൊന്നും ശബരിമലയിൽ ഈ പണം കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നുമില്ല. പണം കൊടുത്ത് ഏറ്റവും കൂടുതൽ കയറി തൊഴാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഗുരുവായൂരിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എല്ലായിടങ്ങളിലും എന്ത് നടക്കുന്നുണ്ട്? ഇനി ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വം എന്ത് ചെയ്തിരിക്കുന്നത്? നെയ്വിളക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 1001 രൂപ അടച്ച് നെയ്വിളക്കിന് രസീത് എടുത്താൽ മറ്റൊരു ക്യൂവിലൂടെ പെട്ടെന്ന് ഫ്രണ്ടിൽ ചെല്ലാം. ഇപ്പൊ പഴനിയിൽ പോയാൽ 500 രൂപയ്ക്ക് 200 രൂപയ്ക്ക് 100 രൂപയൊക്കെ ടിക്കറ്റുകളുണ്ട്. പ്രത്യേകം സെപ്പറേറ്റഡ് ക്യൂകളാണ്. മൂകാംബിക പോയാലും ഉണ്ട്. കേരളത്തിൽ അതില്ല. പ്രത്യേകിച്ച് ഒരു ക്യൂ സംവിധാനം പൈസ ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഭഗവാനെ ഒന്ന് കാണാൻ, ഭഗവാനിൽ ചാർത്തി എന്തെങ്കിലും ഒന്ന് ദ്രവ്യമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഭക്തരാണ് കേരളത്തിലുള്ളത്. ഇതിനെ അങ്ങ് ചൂഷണം ചെയ്യുകയാണ് ആളുകൾ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശബരിമലയിൽ നിന്ന് ഒരു തരി മണ്ണ് എടുത്ത്, ശബരിമലയിലെ മണ്ണാണ്, ഭഗവാനെ ആറാടിച്ച നെയ്യാണ്, ചോദിക്കുന്ന വില കൊടുക്കാൻ ആളുണ്ടെന്നേ. ഇത് കിട്ടുന്നത് ഒരു ബ്രാഹ്മണ സെഷനിൽ നിന്നുകൂടി ആയാലോ, അയാൾ ശബരിമലയിൽ പൂജ ചെയ്യുന്ന ഒരാൾ കൂടിയാണെങ്കിലോ. അപ്പൊ അതാണ് അതിനകത്തുണ്ടാകുന്ന വിശ്വാസം. ഞാൻ നോക്കൂ, ഇപ്പൊ നമ്മുടെ ഓഫീസിലേക്ക് നമ്മുടെ വാക് മീഡിയയിലെ ഗസ്റ്റുകൾ വരും. അപ്പൊ ചില ആളുകൾ പിന്നെ ഗംഗയിലൊക്കെ പോയിട്ട് വരുമ്പോ ഗംഗാതീർത്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ഇതായിട്ടാ കൊണ്ട് തരിക നമുക്ക്. നമ്മളത് വളരെ നമ്മൾ പൂജ ചെയ്യുന്ന എവിടെയാണോ അവിടെ കൊണ്ട് വയ്ക്കും എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ ചൂഷണം ചെയ്യണം. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ ചില മാധ്യമങ്ങൾ ഇങ്ങനെ ഇതിനെ കൊണ്ടുവന്ന് അനാവശ്യമായി വഴിതിരിച്ചു വിടുന്നത്? എന്താണ് നിങ്ങളുടെ അജണ്ട? ഈ അജണ്ടകളൊക്കെ ഇവിടെ അവസാനിക്കും. കാരണം നോക്കൂ, CPM-ന് കുഴലൂത്താണോ? CPM വാർത്തകൾ ചെയ്യുന്നവരെ ഞാനൊന്നും പറയില്ല. കൈരളിയൊക്കെ എത്രയോ ഭേദമാ, ദേശാഭിമാനിയൊക്കെ എത്രയോ ഭേദമാ, പറയാതിരിക്കാൻ വയ്യ. ഒരു ജേർണലിസ്റ്റിക് അപ്രോച്ചോട് കൂടി അവർക്ക് ഫണ്ട് ചെയ്യുന്ന അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി പേറുന്ന
പ്രസ്ഥാനത്തിന് വേണ്ടി അവർ വർക്ക് ചെയ്യുന്നു. ഇതങ്ങനെയാണോ? നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? മനസ്സിലാവുന്നില്ല. ആരാ സംസാരിക്കുന്നവർ? നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഈ സംസാരിക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ടാ? ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇവിടെ തീരും. കാരണം എന്താ? ഇപ്പോ ജനം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വെച്ചുകൊണ്ട് BJP വലിയ രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ട്. അതേ സാഹചര്യത്തിലേക്ക് ജയ്ഹിന്ദ് കയറി വരും എന്ന പ്രതീക്ഷയിലാണ്. മൈക്കൈഡിയൊക്കെ പുതിയത് വാങ്ങിയിട്ടുണ്ട്, വേറെ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ പുതിയൊരു വരുന്നുണ്ട്, ഒരു കാറ്റ് വരുന്നുണ്ട്. തെലങ്കാനയിൽ നിന്നൊരു കാറ്റ് അടിച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. അതൊരു വല്ലാത്ത കാറ്റാണ്. നിങ്ങളുടെ പാളയത്തിൽ നിന്ന് തന്നെ ഒരാളെ കൊണ്ടുപോയി അവിടെ ചീഫ് എഡിറ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം നിങ്ങളെയൊക്കെ തകർക്കുക തന്നെയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അത്തരക്കാരാണ് എന്നുള്ളതാണ്. ഒരു കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്ന ഒരു ചാനലിനെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഉറപ്പായും.